Master Vision International Excellence Awards and Business Conclave 2025, 9th edition. Let me request Dr. Ajal Kumar to kindly enlighten us with a few words. ഞാൻ ഡോക്ടർ അജൽ കുമാർ, ഒരു ആയുർവേദ ട്രഡീഷണൽ ഫാമിലിയിൽ ജനിച്ചതാണ്. 6-7 ആയുർവേദ ഡോക്ടേഴ്സും കുറേ അലോപ്പതി ഡോക്ടേഴ്സും ഹോമിയോപ്പതി ഡോക്ടേഴ്സും ഫാമിലിയിലുണ്ട്. എൻ്റെ ഓൺ ബ്രദറിനിലാണ് പുട്ടപ്പർത്തി സായിബാബയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയോളജിസ്റ്റ് ആൻഡ് കാർഡിയോളജി HOD. ഞാൻ BSc വരെ കേരളത്തിലായിരുന്നു. BAMS MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട്, MD കർണാടക രാജീവ് ഗാന്ധി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. കോളേജ് ലെക്ചററായിട്ട് SJS ആയുർവേദ കോളേജിലും കോയമ്പത്തൂർ ആയുർവേദ കോളേജിലും വർക്ക് ചെയ്തു. പിന്നെ BMJ ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ രജിസ്ട്രായിട്ട് വർക്ക് ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് റിസർച്ചിൻ്റെ ഡയറക്ടറായിട്ടും ഇപ്പം ആയുഷ് ക്ഷേത്ര ഡയറക്ടർ ആൻഡ് ചീഫ് കൺസൾട്ടൻറ്റ്. എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ക്രോണിക് കേസുകൾ, അതായത് പലപ്പോഴും നമുക്ക് എവിടെയും ചികിത്സ കിട്ടാത്ത, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കേസുകൾ എടുത്തിട്ട് അതിനെ ചികിത്സിച്ച് നേരെയാക്കുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കോവിഡിൻ്റെ സമയത്ത് ഒരു 36,000 കേസുകൾ, ക്രിട്ടിക്കൽ കേസുകൾ ICUവിൽ നിന്ന് പോലും പുറത്ത് കൊണ്ടുവന്ന് അത് മുഴുവൻ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ പറ്റി. 4-5 ദിവസം കൊണ്ട് പോസിറ്റീവുള്ള കേസുകൾ നെഗറ്റീവ് ആക്കാൻ പറ്റി. അതിന് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു അവാർഡും സർട്ടിഫിക്കറ്റ് ഇതിൽ കോവിഡിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കിട്ടുകയുണ്ടായി. മുംബൈ ജ്വാല അവാർഡും ഇതേ സമയത്ത് എനിക്ക് ഈ ക്രോണിക് കേസുകൾക്കും ഈ കോവിഡിൻ്റെ ഇതിനും വേണ്ടിയിട്ട് നൽകുകയുണ്ടായിരുന്നു. അതിൽ കുറച്ച് കേസുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ, അതായത് ഈ മൾട്ടിപ്പിൾ കാർഡിയാക് ബ്ലോക്ക്, ഈ കാർഡിയാക് ബ്ലോക്കുള്ള കേസുകൾക്ക് നമുക്ക് സർജറി ഇല്ലാതെ തന്നെ കംപ്ലീറ്റ് ക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്ലോക്ക് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ കാർഡിയാക് ഫെയിലിയർ വളരെയധികം റിസൾട്ടാണ് ഇതിൽ കിട്ടുന്നത്. കിഡ്നി ഫെയിലിയർ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഡയാലിസിസ് ഇല്ലാതെ, ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാണ്ട് യൂറിയ ക്രിയാറ്റിനെ മാക്സിമം കുറച്ച് കൊണ്ടുവന്ന് മരുന്നിൽ മാത്രം കിഡ്നീനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ലിവർ ഫെയിലിയർ, ഓട്ടിസം കുട്ടികളിലുള്ള സംസാരിക്കാത്ത കുട്ടികൾ സംസാരിക്കും, നടക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ നടക്കാൻ തുടങ്ങും. പിന്നെ അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, പാർക്കിൻസൺസ്, ക്രോണിക് സ്കിൻ ഡിസീസുകൾ, ഇതൊക്കെ വളരെയധികം റിസൾട്ടോടു കൂടി ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ അടുത്ത് വന്ന ഒരു ക്രോണിക് സ്കിൻ ഡിസീസാണ് എക്സിമാറ്റിക് സോറിയാസിസ് എന്ന് പറയും. ഇതൊരു ജെയിൻ പേഷ്യൻ്റാണ് രാജസ്ഥാനിൽ നിന്ന്. ഇവരൊരു 10-20 വർഷം സ്കിന്നിന് ചികിത്സിച്ച് അവസാനം ഇനി ലോകത്തിലൊരു ചികിത്സയില്ല, ഈ സ്കിന്നിന് തിരിച്ചാവാൻ സാധിക്കില്ല, മരത്തിൻ്റെ ബാർക്ക് പോലെ സ്കിന്ന് മുഴുവൻ ഹോൾ ബോഡി ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. നെക്കൊക്കെ കണ്ടാൽ അറിയാം, ഒരു ആനയുടെ തോല് പോലെ തിക്നെസ്സും ബ്ലാക്ക് കളറും തനിയെ ക്രാക്കുകളും വന്നിട്ടുള്ള കണ്ടീഷൻ. ചികിത്സിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഷോൾഡറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്കിന്നിൻ്റെ ചേഞ്ചുകൾ, കളറൊക്കെ ചേഞ്ചായി, സ്കിന്നിൻ്റെ തിക്നെസ് മാറി, ഫേസ് പഴയ അവരുടെ കളറിലേക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. ഇത് ഓൾമോസ്റ്റ് ചികിത്സ കഴിയുമ്പോൾ ഉണ്ടായിരുന്ന സ്റ്റേജാണ്. ഞാൻ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഫേസാണത്. അദ്ദേഹത്തിൻ്റെ പഴയ സ്കിന്ന് കംപ്ലീറ്റ് തിരിച്ച് നോർമലിലേക്ക് വന്നു. ഇത് കാലിൻ്റെ ഹീലാണത്, ഹീലിലുള്ള ക്രാക്കാണ്. ഒരു 4 ഇഞ്ച് തിക്നെസ്സിലാണ് അടിയിലെ തോല്. ഇതും പാർമാസ്റ്റോറിയാസിസിൽ പെട്ട ഒരു രോഗമാണ്. ഒരുപാട് വർഷങ്ങൾ ചികിത്സിച്ചിട്ട് മാറാണ്ട് വന്നൊരു കേസാണ്. അതിൽ നിങ്ങൾക്ക് ചേഞ്ചുകൾ കാണാം. ആ ക്രാക്കുകളൊക്കെ, ആ തിക്നെസ്സുള്ള സ്കിന്നൊക്കെ പൊളിഞ്ഞു പോയി പുതിയ സ്കിന്ന് വന്ന് ഓൾമോസ്റ്റ് അത് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് വരും. ഇത് സെല്ലുലൈറ്റീസ് ആണ്. അതായത് കുറേ വെരിക്കോസ് വെയിനും സെല്ലുലൈറ്റീസും കൂടിയിട്ടുള്ളൊരു കേസ്. അത് പഴുത്ത് ഇങ്ങനെ ഊസിങ്ങോട് കൂടിയിട്ട് വരും. അത് എന്ത് ചെയ്താലും ഹീലാവാത്ത ഒരു കണ്ടീഷനിൽ വന്നതാണ്. ഈ കേസ് ഇപ്പോൾ അവിടെ എൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്രോണിക്കായിട്ടുള്ള മാറാത്ത രോഗങ്ങളെന്ന് പറയുന്ന രോഗങ്ങൾ എടുത്തിട്ട് ചികിത്സിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചൊരു ഉദാഹരണത്തിന് വേണ്ടി കാണിച്ചു എന്നുള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് മാരക രോഗങ്ങൾ അവിടെ ചികിത്സിക്കുന്നുണ്ട്. സോ ഇവിടെ വരാനും ഇങ്ങനെ ഒരു ഇതിൽ പങ്കെടുക്കാനും പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ മാസ്റ്റർ വിഷൻ ഇൻ്റർനാഷണൽ എക്സലൻസ് അവാർഡ് തന്നതിന്
മാസ്റ്റർ വിഷറിനോടും പ്രത്യേകിച്ച് എൻ്റെ സഹോദരതുല്യമായ മിസ്റ്റർ റഫീഖ് അവர்களോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിതിവിടെ ചുരുക്കട്ടെ. താങ്ക് യു.